കെ മധു ചേരുകയാണ്, KSFDC ചെയർമാൻ. മധു സാർ, കേൾക്കാമോ? ഓക്കെ. ഈ കോൺക്ലേവിൽ പങ്കെടുത്തവരെല്ലാം ഇത് വലിയൊരു വിജയമാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് ഈ കോൺക്ലേവ് കൊണ്ട് എന്ത് മെച്ചമുണ്ടാകും? മലയാള സിനിമയ്ക്ക് മെച്ചം എന്തുണ്ടാകുമെന്നുള്ളത് ഈ കോൺക്ലേവിൽ ഉണ്ടായ വിവിധമായ ചർച്ചകൾ, വിവിധമായ ആശയങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 മാസത്തിനകം അതിനൊരു തീരുമാനമുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ആ വേദിയിൽ തന്നെ പ്രസ്താവിച്ചു. ആണ് കോൺക്ലേവിന്റെ വിജയം. അതാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടം. ഓക്കെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ സിനിമാ നയ രൂപീകരണം സംസ്ഥാന സർക്കാരിന്റെ ചർച്ചയിലേക്ക് വരുന്നത്. ഈ ഹേമ കമ്മിറ്റി ശുപാർശയോട് നീതീകരിക്കുന്ന എത്രത്തോളം നടപടികൾ ഉണ്ടായി? അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മാത്രം അതിനുവേണ്ടി മാത്രമുള്ളതല്ല. അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. രണ്ടിലും പ്രതിപാദിച്ചിരിക്കുന്ന സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സർക്കാർ മുമ്പോട്ട് പോകും. ഓക്കെ. അർത്ഥവത്തായ ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് കേൾക്കാമോ? ഓക്കെ. മലയാള സിനിമയ്ക്ക് വലിയ നേട്ടമുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ലിംഗനീതി ഉറപ്പാക്കുന്നതും മറ്റുമുള്ള കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ മലയാള സിനിമയിലുണ്ടല്ലോ, അതിനൊക്കെ ഒരു പരിധിവരെയെങ്കിലും പരിഹാരം ഉണ്ടാകുമോ? അല്ല, ഈ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എക്കാലത്തും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ മാത്രമല്ല, പല പ്രശ്നങ്ങളും ഇപ്പൊ കുറച്ച് വിവിധമായ രീതിയിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരങ്ങളൊക്കെ വേണ്ടി ഒരു നൂതനമായ ഒരു മാർഗം ധൈര്യത്തോടെ പ്രഖ്യാപിച്ച കേരള ഗവൺമെന്റിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഒക്കെ നമ്മൾ ഒരുപാട് കടപ്പെട്ടവരാണ് സിനിമാക്കാർ. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ആശയം അവിടെ കോൺക്ലേവ് എന്ന രൂപത്തിൽ വരികയും വിവിധമായ അഭിപ്രായങ്ങൾ, വിവിധ രീതിയിലുള്ള പല വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ളവര്, അതായത് ഒരു കൂട്ടായ്മയിലുള്ള ഒരു ഐക്യം നടക്കുന്നു. ആ കൂട്ടായ്മയുടെ ഐക്യമാണ് ഈ കോൺക്ലേവിന്റെ ഏറ്റവും വലിയ വിജയം. ഓക്കെ. ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ കോൺക്ലേവിൽ ഉണ്ടായത്? അല്ല, അത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞില്ല. അതെല്ലാം ഇപ്പൊ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ വളരെ വ്യക്തമായി പുള്ളി പ്രതിപാദിച്ചു. ഇത് അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പരിഹരിക്കും. അതല്ല, ആ ആശയങ്ങളിൽ പരിഹരിക്കപ്പെടാനായിട്ട് പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവരോട് വീണ്ടും ചോദിക്കും. നിങ്ങൾ പറഞ്ഞതിൽ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വീണ്ടും മുമ്പോട്ട് പോകാം. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു മറുപടിയാണ് മന്ത്രി അവിടെ പറഞ്ഞത്. അപ്പൊ അതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം, ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇത്രയും വലിയൊരു വേദിയിൽ വെച്ച് ഒരു പുള്ളി ധനവകുപ്പ് മന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ പറഞ്ഞത്. അപ്പൊ അത് ഒരു പരിസ്ഥിതി നമുക്ക് അത് ഉൾക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം. എന്തായാലും 3 മാസം അല്ലെങ്കിൽ 2 മാസം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അറിയാവില്ല ഈ കോൺക്ലേവിന്റെ ഒരു ആകത്തുക. ഓക്കെ. ഈ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ അടൂർ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതൊരു കല്ലുകടിയായി മാറിയോ? അല്ല, അതിനെപ്പറ്റി തൽക്കാലം ഞാൻ ഓക്കെ. അത് വേറൊരു വിഷയമാണ്. അതിപ്പം ഈ കോൺക്ലേവിന്റെ കൂട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ മറുപടി പറയാൻ പറ്റിയ കാര്യമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആ വിഷയത്തെ പറ്റി ഒന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയാം. ഈ ട്രെയിനിങ് നൽകണം എന്നൊരു പരാമർശം അദ്ദേഹം നടത്തില്ല. അങ്ങനെ ട്രെയിനിങ് നൽകേണ്ട കാര്യമുണ്ടോ? അല്ല, അതല്ലേ പറഞ്ഞത്. അതെല്ലാം ഞാൻ ഒന്ന് വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ മറുപടി പറയാൻ സാധിക്കൂ. ഓക്കെ. എന്തായാലും വളരെയധികം നന്ദി.